നമസ്കാരം. ഷാർജയിലെ വിഭജിക എന്ന് പറയുന്ന ആ പെൺകുട്ടിയും അവളുടെ കൊച്ചു കുഞ്ഞായ ആ മകളെ കൊന്നതിന് ശേഷം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. എന്തിനു വേണ്ടിയായിരുന്നു? ഇന്നത്തെ പെൺകുട്ടികൾക്ക് കുറച്ചൊക്കെ ആത്മധൈര്യം വേണ്ടേ? എത്രയോ സിംഗിൾ മദേഴ്സ് ഈ ലോകത്തുണ്ട്. അവളുടെ അമ്മ സിംഗിൾ പാരൻ്റായിരുന്നു, അതുകൊണ്ട് അച്ഛനില്ലാതെ വളർന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അതൊക്കെ നിസ്സാര കാര്യങ്ങളാണ്. ഒരു സ്ത്രീ മതി 100 പുരുഷന്മാർക്കൊപ്പം. അവർക്ക് ഒരു കുടുംബം നോക്കിക്കൊണ്ടു പോകാൻ പറ്റും. വെറുതെ നല്ല യൗവനത്തിൽ സ്വന്തം മകളെയും കൊന്ന് ആത്മഹത്യ ചെയ്യേണ്ട കാര്യം ആ കുട്ടിക്കുണ്ടായിരുന്നു. അവളുടെ ഭർത്താവ്, എനിക്ക് തോന്നുന്നു അയാൾ ഒരു സെക്ഷലി പെർവേർട്ടഡാണ്. അയാൾക്ക് മാത്രമല്ല, സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ട സഹോദരിയോ ആരോ ആവട്ടെ, അവരുമായിട്ട് പോലും അയാൾക്ക് സെക്ഷലായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം അവരാണ് അവിടെ ഭരിക്കുന്നത്. പല കുടുംബങ്ങളിലും കണ്ടിട്ടുണ്ട്, പെൺകുട്ടികളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് അവരുടെ അമ്മായിയപ്പൻ ഈ പെണ്ണിനെ മോഹിക്കുമ്പോൾ അതിന് ഭർത്താവും ബന്ധുക്കളും കൂട്ടു നിൽക്കുന്നത്. ഇവിടെ അമ്മായിയപ്പന് വേണ്ടിയാണോ ഇവളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്? അയാളുമായിട്ട് ലൈംഗിക വീഴ്ചയ്ക്കാണോ ഇവളെ കെട്ടിക്കൊണ്ടുവന്നത്? അല്ല. ഇത് ഒരു സ്ഥലത്ത് നടക്കുന്നതല്ല. എനിക്കറിയാവുന്ന ഒത്തിരി എക്സാമ്പിൾസ് ഞാനത് കണ്ടിട്ടുണ്ട് പല കുടുംബങ്ങളിലും. അവിടെയൊക്കെ ആ സ്ത്രീകൾ വളരെ ധൈര്യപൂർവ്വം എതിർത്ത് നിൽക്കുകയും അതിൽ നിന്നും വേർപെട്ട് അടുത്തതല്ലെങ്കിൽ അകലെയുള്ള ബന്ധുക്കളെ അറിയിക്കുകയും അതുവഴി വീട്ടിലറിയുകയും അവരെ മാറി താമസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും വിഭജിക ആ കുഞ്ഞിനെയും കൂടെ കൊന്നത്? നാളെ ആ കുഞ്ഞ് വലുതാകുമ്പോൾ ഈ അപ്പൂപ്പൻ മടിയിലിരുത്തി ആ കുഞ്ഞിനെ എന്തെല്ലാം ഉപദ്രവിച്ചേക്കാം. ഓരോ സമയം അവളുടെ വളർച്ചയിൽ അയാൾ അവളെ ലൈംഗികപരമായി ഉപയോഗപ്പെടുത്താം. ഇതൊക്കെ മുൻകൂട്ടി കണ്ടാണ് ആ മാതൃത്വം ആ സ്വന്തം കുഞ്ഞിനെപ്പോലും, ചോര കുഞ്ഞിനെപ്പോലും കൊന്നുകളഞ്ഞത്. പെൺകുട്ടികളെ, ഇനിയെങ്കിലും പഠിക്കൂ. ഒരു ഭർത്താവില്ലെങ്കിലും കുഞ്ഞിന് അച്ഛനില്ലെങ്കിലും ഈ ലോകത്തൊന്നും വരാനില്ല. എത്രയോ മനുഷ്യർ കൂലിപ്പണി ചെയ്തു പോലും കുഞ്ഞുങ്ങളെ പോറ്റുന്നു. അവരുടെ ഭർത്താവ് അത്ര നല്ലതൊന്നുമല്ലല്ലോ. പിന്നെ എന്തിനാണ് ആ കുട്ടി അവിടെ കടിച്ചു തൂങ്ങി നിന്നത്? ഏതെങ്കിലും ഒരു സുഹൃത്തുക്കളെ അറിയിക്കുകയോ അല്ലെങ്കിൽ ബന്ധുക്കളെ അറിയിക്കുകയോ ചെയ്ത് ആ കുട്ടി അവിടെ നിന്ന് മാറി നിൽക്കാനും പറ്റുമെങ്കിൽ നാട്ടിലേക്ക് വരാനും ശ്രമിക്കേണ്ടതായിരുന്നു. ഇവിടെ പലതരം കാര്യങ്ങൾ, സ്ത്രീധനം പോരാ എന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണ്. അവിടെ അതൊന്നുമല്ല കാര്യം. അവൻ്റെ ലൈംഗിക ചേഷ്ടകളാണ്. ഒരു ഓർഗി ടൈപ്പിലുള്ള ലൈംഗിക ചേഷ്ടകൾ അവൻ ഇഷ്ടപ്പെടുന്നു. ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ ഒരേ ബെഡിൽ കിടത്തി ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സുമായിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുക, അങ്ങനെയൊക്കെയാണ് അവൻ്റെ താല്പര്യം. ഇനി സ്വന്തം സഹോദരിയാണ് അവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്, എല്ലാവരെയും ഭരിക്കുന്നത്, ഈ പെൺകുട്ടിയെ ഭരിക്കുന്നത്, വിഭജികയെ. അപ്പോൾ അവളുമായും ഇയാൾക്ക് ഇൻസെസ്റ്റ്, അതായത് സ്വന്തം രക്തബന്ധത്തിലുള്ള ഒരാളുമായിട്ട് ഉള്ള ലൈംഗിക താല്പര്യം ഉണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയാണ് അവിടെ നടന്നത്? ആ കുട്ടിയുടെ ശരീരം കണ്ടാലറിയാം ആ മുറിപ്പാടുകൾ, ആ ചതവുകൾ, എന്തെല്ലാം അവൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഒരു പെണ്ണിൻ്റെ മുടി മുറിക്കുക എന്ന് പറയുന്നത് അവളുടെ വ്യക്തിത്വത്തെ മുറിച്ച് കളയുന്നതിന് തുല്യമാണ്. അതിന് പ്രതികാരം എന്ന വണ്ണമായിരിക്കാം അവൾ തല മൊട്ടയടിച്ചത്. തീരെ സഹിക്കാതെ വരുമ്പോഴാണ് സ്ത്രീകൾ പലപ്പോഴും തല മൊട്ടയടിച്ച് പ്രതികരിക്കുന്നത്.
ഇതെല്ലാമായിട്ടും അവളുടെ ബന്ധുക്കൾ, ഈ അറിഞ്ഞ ബന്ധുക്കൾ അവൾ പറയുന്നതൊന്നും കേൾക്കാതെ അവളുടെ അമ്മയെ അറിയിക്കുകയും ഇല്ലെങ്കിൽ അവർ വേണ്ട രീതിയിൽ സഹായിക്കുകയും അല്ലെങ്കിൽ പോലീസിൽ അറിയിക്കുകയും ചെയ്ത് അവളെ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് കൊണ്ടുവരണമായിരുന്നു, അവളെയും കുഞ്ഞിനെയും. ഈ പഴയ കാലത്തെ ചിന്തയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ. കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് ഞാൻ എങ്ങനെ കാണിക്കും? നോക്കൂ, കുഞ്ഞിൻ്റെ അച്ഛന് ഒന്നുമില്ല. ഒരു കുഞ്ഞിനെ ഉണ്ടാക്കുന്നതിൽ ഒരു സ്പേം, ഒരു ചെറിയ ഒരു പുരുഷ അണു, അതായത് സ്പേം കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നതല്ലാതെ അവൻ എന്താണ് അതിൽ പ്രസക്തി? സ്നേഹിക്കുന്ന അച്ഛനാണെങ്കിൽ ഉണ്ട്, ഇവിടെ സ്നേഹിക്കുന്ന അച്ഛനല്ലല്ലോ. ഒരു കാലത്ത് അയാൾ വേണമെങ്കിൽ ഈ കുട്ടിയെ ഉപയോഗിക്കാം. അത് ഭയന്നിട്ടായിരിക്കാം ഇവൾ ഈ കുഞ്ഞിനെ അവൾ മരണത്തിലേക്ക് അടുപ്പിച്ചത്. എൻ്റെ പെൺകുട്ടികളെ, ഈ നൂറ്റാണ്ടിലും നിങ്ങളിങ്ങനെ ആയാൽ എന്ത് ചെയ്യും? നിങ്ങൾ പഠിച്ചവരില്ലേ? നിങ്ങൾ എന്താണ് പഠിച്ചത്? നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റണ്ടേ തന്നെത്താനെ? അതോ അമ്മായിയപ്പനും അവിടെയുള്ള അളിയനുണ്ടെങ്കിൽ അളിയനും അവിടുത്തെ സഹോദരന്മാരുണ്ടെങ്കിൽ സഹോദരന്മാർക്കും ഒക്കെ ഭാര്യയായിട്ട് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? ഇയാൾ എനിക്ക് തോന്നുന്നു ഒരു ബൈസെക്ഷൽ മനുഷ്യനാണെന്നാണ് ഇയാളെപ്പറ്റി തോന്നുന്നത്, വിവഞ്ചിയുടെ ഭർത്താവിനെ പറ്റി. അവൻ്റെ ആ കോപ്രായങ്ങൾ കണ്ടാലറിയാം. അവൻ പലതരം സെക്ഷൽ പെർവേർഷന് വിധേയനാണ്. അവനതൊക്കെയാണ് ആഗ്രഹം. സ്ത്രീകൾക്ക് വളരെ വേദനാജനകമാണ് പല അബ്നോർമലായിട്ടുള്ള രീതിയിലുള്ള ലൈംഗിക വീഴ്ചകൾ. അവരത് തടഞ്ഞിരുന്നിരിക്കും. അതൊക്കെ അവനിഷ്ടപ്പെടില്ല. എല്ലാവർക്കും, ചിലർക്ക് ചില രീതിയിലുള്ള രീതികൾ ഛർദ്ദിക്കാൻ വരും, ചില രീതികൾ വളരെ വേദനാജനകമായിരിക്കും. അങ്ങനെയൊക്കെ നിർബന്ധിച്ചാൽ ഒരു പെണ്ണും അവിടെ നിൽക്കരുത്. പ്രത്യേകിച്ചും അവിടെ ഇൻസെസ്റ്റ്, അതായത് സ്വന്തം കുടുംബത്തിലെ രക്തബന്ധമുള്ള ഒരാളുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമോ വേണ്ടാത്തത് കാണുകയോ ചെയ്യുകയോ അറിയുകയോ ചെയ്യുകയോ ചെയ്താൽ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകാനായിട്ട് നോക്കുക. ഈ കൂട്ടുകാരിക്ക് ഇപ്പോൾ ഇതൊക്കെ അയച്ചു കൊടുത്തല്ലോ. ഇത് നമ്മൾ പഠിച്ചതുപോലെ ശീലാവതിയുടെ കാലമൊന്നുമല്ല. ഇപ്പോഴത്തെ പെൺകുട്ടികൾ ശീലാവതികൾ കളിക്കേണ്ട ആവശ്യവുമില്ല. സ്വന്തം മനസാക്ഷിയോട് ചോദിച്ച് സ്വന്തമായിട്ട് പ്രസവിച്ച് ഒരു അമ്മ വളർത്തിയെടുത്ത കുട്ടിയാണ് വിഭജിക. അമ്മയോട് അല്പം നന്ദിയുണ്ടെങ്കിൽ ആ കുട്ടി ആ ബന്ധുക്കളോട് പറഞ്ഞ് അമ്മയെ അറിയിക്കുമായിരുന്നു. അമ്മയുടെ കണ്ണുനീർ ഇത്രയും ഭൂമിയിൽ വീഴില്ലായിരുന്നു. ഈ കണ്ണുനീരിനൊക്കെ അവളുടെ ഭർത്താവും കുടുംബവും എന്നായാലും ആ കർമ്മത്തിന് അവർ ഉത്തരം പറയേണ്ടതായിട്ട് വരും. പക്ഷേ അതുവരെ അവർ സുഖിക്കും. അവൻ ഒത്തിരി ധനികനാണെന്ന് കേട്ടു. അവന് അതിലെന്തെങ്കിലും മാൽപ്രാക്ടീസ് നടത്താനായിട്ട് വഴിയുണ്ട്. ഒരു കാര്യമെങ്കിലും കേരള ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നതും ഇന്ത്യൻ ഗവൺമെൻറ്റിന് സെൻട്രൽ ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നതും നല്ലതാണ്. ആ വിഭജിയുടെയും കുഞ്ഞിൻ്റെയും മൃതദേഹം ഈ നാട്ടിൽ കൊണ്ടുവരിക, ഇവിടെ അവരെ അടക്കുക. ഇനി ഒന്നും പറയാനില്ല. ഇനി എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട പെൺകുട്ടികളെ, നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുക. വന്ന് കയറുന്നവൻ അവൻ ചക്കയൊന്നുമല്ല ചൂടുന്നു നോക്കാൻ അത് നല്ലതാണോ ചീത്തയാണോ എന്ന്. അവൻ ചിലപ്പോൾ ചീത്തയായിരിക്കും. ആദ്യമായി അവൻ വിർജിനിറ്റി കളഞ്ഞു, ആദ്യമായി എൻ്റെ ശരീരത്തെ തൊട്ടു എന്നുള്ള ചിന്തകളൊന്നും ഒക്കെ മാറ്റിവെക്കുക. അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം നോക്കിപ്പോവുക. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ പഠിപ്പിച്ച് അതിനെ നല്ല രീതിയിൽ എത്തിക്കാൻ നോക്കുക. ഈ ലോകത്ത് പുരുഷന്മാർ ഇനിയുമുണ്ട്, നല്ല സ്വഭാവമുള്ള മര്യാദയുള്ള പുരുഷന്മാർ. കാലക്രമേണ നിങ്ങൾക്കൊരാളിനെ കണ്ടുപിടിക്കാനും നിങ്ങൾക്കൊരുമിച്ച് ജീവിക്കാനും പറ്റും. ഞാൻ ഇതിൽ ഈ പയ്യൻ്റെ, അതായത് വിഭജികയുടെ ഭർത്താവ്, അവനെ പയ്യനെന്ന് പറഞ്ഞുകൂടാ, ആ രാക്ഷസ കുടുംബത്തെയും കുറ്റം പറയുന്നതിനൊപ്പം തന്നെ ഇവളുടെ കാര്യങ്ങൾ അറിഞ്ഞ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അവരെയും ഞാൻ വിമുക്തരാക്കുന്നില്ല. കാരണം അവർ വിചാരിച്ചിരുന്നെങ്കിൽ ഇവളെ രക്ഷിക്കാമായിരുന്നു. ഇവളെ പറഞ്ഞ് മനസ്സിലാക്കി, ഇതാണ് ലോകം. ഈ മോഡേൺ യുഗത്തിൽ, ഈ അൾട്രാ മോഡേൺ യുഗത്തിൽ ഒരു പെൺകുട്ടി
ഇങ്ങനെ ചെയ്യരുത്, അവൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാമായിരുന്നു, അവളുടെ അമ്മയെ അറിയിക്കാമായിരുന്നു. എങ്കിൽ ആ അമ്മയ്ക്ക് വളരെ പ്രയാസപ്പെട്ട് വളർത്തിയ ആ കുഞ്ഞിനെ നഷ്ടമാകില്ലായിരുന്നു. ആ അമ്മ ഇനി എന്ത് ചെയ്യും? എങ്ങനെ ജീവിക്കും? അവരുടെ കണ്ണിൽ നിന്നൊഴുകുന്നത് രക്തക്കണ്ണുനീരല്ലേ? ഇതിനൊക്കെ മറുപടി പറയണ്ടേ? ഇത്തരക്കാരെ കഴുകിലേറ്റുക തന്നെ വേണം. ഇവളുടെ അച്ഛനെയും ഈ കുട്ടിയുടെ ഭർത്താവിനെയും അയാളുടെ അച്ഛനെയും ഇതിൽ പങ്കാളികളായിട്ടുള്ള എല്ലാവർക്കും ശിക്ഷ വേണ്ടതാണ്. ഗൾഫ് കൺട്രിയല്ലേ, അവിടെ ശിക്ഷാ നിയമങ്ങൾ വളരെയധികം സ്ട്രിക്റ്റാണല്ലോ. അവിടുത്തെ പോലീസുകാരെയും നമുക്ക് സ്വാധീനിക്കാൻ പറ്റുമോ? അറിയില്ല. എന്തായാലും കേരള ഗവൺമെൻറ്റും നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റും വേണ്ട രീതിയിൽ ഇക്കാര്യത്തിൽ ഇടപെടുക. ആ പെൺകുട്ടിക്ക് അവളുടെ ആത്മാവിനെങ്കിലും നീതി ലഭിക്കട്ടെ. ഇവിടെ വന്ന് അതിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത് അവളുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി വേണ്ടത് ചെയ്യട്ടെ. അവളെ ആ അവിടുത്തെ മണലാരണ്യത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ മരുഭൂമിയിൽ കുഴിച്ചിട്ട് അവിടെ പുഴുക്കൾ തിന്നാൻ അനുവദിക്കാതിരിക്കുക. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുകയാണ്. വിഭജികേ, നീ ഒരിക്കലും അത് ചെയ്യരുതായിരുന്നു. നിൻ്റെ ആത്മാവിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നിൻ്റെ ആത്മാവിനും നിൻ്റെ കുഞ്ഞിൻ്റെ ആത്മാവിനും മോക്ഷം കിട്ടുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അല്ലാതെ നമ്മളൊക്കെ എന്ത് ചെയ്യാൻ?